ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു പടവലങ്ങായും തക്കാളിക്കായും കൂടെ ഒരു ഒഴിച്ചു കറി, ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലൊരു ഒഴിച്ചു കറി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊരു പടവലങ്ങ, ഒരു വലിപ്പമുള്ള ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, കൊച്ചുള്ളി. സവാളയാണെങ്കിലും നമുക്ക് ചേർക്കാം. ഞാൻ കൊച്ചുള്ളിയാണ് രുചി, ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും നമുക്ക് അരിഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് വരാം. നമുക്ക് കറിക്ക് ഒരു മൺചട്ടി അടുപ്പേ വെച്ച് ചൂടായി നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കൊച്ചുള്ളി അങ്ങോട്ടിടാം. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഇടാം. സവാള ഇട്ടാലും നല്ലതാണ്, കൊച്ചുള്ളി ഇടുന്നത് രുചി നല്ലത്. കൊച്ചുള്ളി ഇട്ട് വെച്ചാലും രുചിയാണ്, സവാള ഇട്ടാലും രുചിയൊക്കെ കുറവൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് സവാളക്കകത്ത് വെക്കുന്നതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണമായിട്ടാണ് പടവലങ്ങ അരിഞ്ഞേക്കുന്നത്. ഇങ്ങനെ കഷ്ണമായിട്ട് അരിയുന്നതാണ് നല്ലത്. നമുക്ക് ഓരോ കഷ്ണം എടുത്ത് കഴിക്കുകയും ചെയ്യാം. വെന്തങ്ങ് അളിഞ്ഞ് പോകത്തുമില്ല. നല്ലൊരു നാടൻ കറിയാണ്. ഇന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മൾ ഉള്ളിയും പച്ചമുളകും പടവലങ്ങായും എല്ലാം തന്നെ നല്ലതായിട്ടൊന്ന് വഴന്നു. നമുക്കിനി ഇത് വേകാൻ ആവശ്യത്തിന്, ഒത്തിരി വെള്ളം വേണ്ട, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. പടവലങ്ങായ്ക്ക് വലിയ വേവില്ലല്ലോ, ഈ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിനി ഒരു ശകലം ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. അപ്പോൾ കുറച്ച് ഉപ്പിടാം, പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം. ഇത് നല്ലതായിട്ടൊന്ന് വേകട്ടെ. അപ്പോഴത്തേനും നമുക്കൊരു ഇതിനൊരു അരപ്പ് കൂട്ടാം. എൻ്റെ അമ്മ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് 2-3 വെളുത്തുള്ളി, അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കൊച്ചു ജീരകം ചേർക്കണേ, എന്നാലേ കറിക്കൊരു രുചി വരത്തുള്ളൂ. പിന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പൊടിച്ചതാണ്, അത് ഇട്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചോണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരയ്ക്കണേ, അന്നേരം നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും. അരച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു ചെറിയ ഉണ്ടപ്പുളി, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഒരു ഉണ്ടപ്പുളി എടുത്തിട്ടുണ്ട്. തക്കാളിക്കായി ഇടുന്നുണ്ട്, അതുകൊണ്ട് പുളി നോക്കിയിട്ട് കുറച്ച് ചേർക്കാവും. നല്ല പുളിയുള്ള തക്കാളിക്കായാണെങ്കിൽ പുളി ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇച്ചിരി പുളി ചേർക്കുന്നേ നല്ല. നമ്മുടെ പടവലങ്ങായ്ക്കൊന്നും പുളി ഇല്ലല്ലോ. തക്കാളിക്കയുടെ പുളി മതിയവർക്കാണെങ്കിൽ അതും മതി. ഇനി 2 തക്കാളിക്ക് അതിനരിഞ്ഞിട്ട് അതും കൂടി അതിനകത്തോട്ടെ. ഇതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേകട്ടെ, ഒന്ന് മൂടി വെക്കാം നമുക്ക്. നമ്മുടെ എല്ലാം തക്കാളി എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ചത് ചേർക്കാം. നല്ല കുറുകിയ കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ചാറ് വേണമെന്നവർക്കാണെങ്കിൽ ഇച്ചിരി ചാറ് കൂടുതൽ വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ നല്ലൊരു കുറുകിയ കറിയാണ് എടുക്കുന്നത്. അതിൻ്റെ മിക്സിയുടെ ചാറെല്ലാം കൂടെ കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇത്രയും മതി നമ്മളെ കറിക്ക്.
ഒന്ന് അരപ്പൊന്ന് ചൂടാകട്ടെ. നല്ലോണം അങ്ങ് തിളയ്ക്കണ്ട, തിളച്ചാൽ നമ്മുടെ കറി അങ്ങ് പിരിഞ്ഞു പോകും. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ട് നമ്മുടെ കറിക്ക്. ഇവിടെ കറി വേണ്ട നല്ലതായിട്ട് ചൂടായി. നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒരു കടുക് താളിക്കാം. ഇത്രയും ചൂടായാൽ മതി. നമ്മുടെ പാൻ ചൂടായി, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ, നമുക്ക് ഇച്ചിരി കടുകിടാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിനി 2-3 ചുമന്ന മുളകിടാം. കരിയാപ്പില ഇടാം. കടുക് താളിച്ചത് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിക്കണം. നല്ലൊരു പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ലതാണ് ചോറുണ്ണാൻ, നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കളറുള്ള നല്ല കറിയാണ്. കൂട്ടാൻ ചോറുണ്ണാൻ വേറെ കറികളൊന്നും വേണ്ട. ഈ കറി മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ണാം. അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.